ലോക പോലീസാണെന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ നെറുകയിലിരുന്ന് റഷ്യ അട്ടഹസിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ അമേരിക്കൻ മേധാവിത്വം എന്ന നാടകത്തിന് തിരശീലയിട്ടോളൂ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിൽ ആരെയും ഭയക്കാത്ത വൻ ശക്തിയായി റഷ്യ ഇതാ രൂപാന്തരം പ്രാപിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ കണ്ണ് തള്ളിച്ചുകൊണ്ട് റഷ്യ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാലുറപ്പിച്ചു വെച്ചു കഴിഞ്ഞു. എന്താണ് വാർത്ത എന്നല്ലേ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യം. റഷ്യ അമേരിക്കയേക്കാൾ വലിയ ശക്തിയായി ഉയരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. റഷ്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര, സാമ്പത്തിക, മാനുഷിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായകമായ ചുവടുവയ്പ്പായിരുന്നു മൂന്നാമത് റഷ്യൻ ആഫ്രിക്കൻ സമ്മേളനം. ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലായിരുന്നു സമ്മേളനം നടന്നത്. വാൾഡായ് ഡിസ്കഷൻ ക്ലബ്ബും സൗത്ത് ആഫ്രിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച ഈ ഏകദിന സമ്മേളനം ആഫ്രിക്കൻ ഭൂഖണ്ഡവുമായുള്ള റഷ്യയുടെ സഹകരണം പുനർനിർവചിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപ്പിലാക്കിയത്. അമേരിക്ക ലോകം മുഴുവൻ കാൽച്ചുവട്ടിലെത്തിക്കാൻ കഷ്ടപ്പെടുന്നതിനിടയിൽ മറന്നുപോയ ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിലേക്കാണ് പുടിന്റെ കണ്ണുകൾ ചെന്ന് പതിച്ചത്. നഷ്ടപ്പെട്ടു പോയ സോവിയറ്റ് യൂണിയന്റെ പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന റഷ്യയെ സംബന്ധിച്ച് ആഫ്രിക്ക പുടിനെ സംബന്ധിച്ച് നല്ല ഭൂമിയാണ്. അതേസമയം ആഭ്യന്തര സംഘർഷങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അസ്ഥിരത ശ്വാസം മുട്ടിക്കുന്ന ഒരു ഭൂഖണ്ഡത്തെ സംബന്ധിച്ച് റഷ്യ നീട്ടിയ കരങ്ങൾക്ക് വലിയ വിലയുണ്ടായിരുന്നു. ആ കൈ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആഫ്രിക്ക നിലയുറപ്പിക്കുന്നത് പോലും. സമ്മേളനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആഗോള ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ റഷ്യ ദക്ഷിണാഫ്രിക്ക ബന്ധങ്ങളെ പുനർവചിന്തനം ചെയ്യുക എന്ന വിഷയത്തിലാണ് സമ്മേളനം നടന്നതുപോലും. ഐവറി കോസ്റ്റ്, ഈജിപ്ത്, സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക, ടാർസാനിയ തുടങ്ങിയ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള രാഷ്ട്രീയ നേതാക്കൾ, നയതന്ത്ര വിദഗ്ധർ എന്നിവർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. റഷ്യൻ ആഫ്രിക്കൻ നയതന്ത്ര വിദഗ്ധർക്കിടയിൽ ശക്തമായ ബന്ധം സ്ഥാപിക്കുക, നിലവിലുള്ള അന്താരാഷ്ട്ര വെല്ലുവിളികളെക്കുറിച്ച് തുറന്ന ചർച്ചകൾ നടത്തുക, ഭാവി വിദേശ നയങ്ങൾക്കുള്ള ശുപാർശകൾ രൂപീകരിക്കുക എന്നിവയാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. G20, ബ്രിക്സ് കൂട്ടായ്മകളുടെ തന്ത്രപരമായ പങ്കുകൾ, റഷ്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള മാനുഷിക സഹകരണം, റഷ്യ ദക്ഷിണാഫ്രിക്ക ഉഭയകക്ഷി ബന്ധങ്ങളുടെ നിലവിലെ സ്ഥിതിയും ഭാവിയും നിർണ്ണയിക്കുക എന്നീ വിഷയങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ പ്രധാന കാര്യങ്ങളാണ്. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങൾ, ആഗോള രാഷ്ട്രീയത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനവും റഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ഈ മാറ്റങ്ങളെ എങ്ങനെ നേരിടാമെന്നതും ചർച്ചാ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്കയും റഷ്യയും തന്ത്രപരമായ സഹകരണത്തിന്റെ ദീർഘകാല പാരമ്പര്യം എന്ന പേരിൽ ഒരു പ്രത്യേക വാൾഡായ് റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. റഷ്യ ആഫ്രിക്ക ബന്ധത്തിന്റെ പ്രാധാന്യം ഇന്നത്തെ ഒരു സമകാലിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് ആഴത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഫ്രിക്കൻ നേതാക്കൾക്ക് ആഫ്രിക്കൻ ദിനത്തിൽ അയച്ച അഭിനന്ദന സന്ദേശത്തിൽ റഷ്യൻ ആഫ്രിക്കൻ ബന്ധങ്ങളുടെ വളർച്ചയ്ക്കും നീതിയുക്തവും ജനാധിപത്യപരവുമായ ഒരു ബഹുമുഖ ലോകക്രമം സ്ഥാപിക്കുന്നതിനും ഈ സംയുക്ത ശ്രമങ്ങൾ സഹായകമാകുമെന്ന് ഊന്നി പറഞ്ഞിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യം, ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനം, കോളനിവൽക്കരിച്ച രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനുള്ള UN പ്രഖ്യാപനത്തിന്റെ 65ാം വാർഷികം എന്നിവ ഈ വർഷത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളായി അദ്ദേഹം എടുത്തു പറഞ്ഞു. സ്വതന്ത്ര ആഫ്രിക്കൻ രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര സമൂഹത്തിലെ വിജയവും സാമ്പത്തിക സാമൂഹിക നേട്ടങ്ങളും പുടിൻ അടിവരയിട്ടു. ആഫ്രിക്കൻ യൂണിയനിലും ഉപപ്രാദേശിക ഘടനയിലുമുള്ള ബഹുമുഖ സഹകരണം ഭൂഖണ്ഡത്തിലെ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. 2019ലും 2023ലും നടന്ന വിജയകരമായ ഉച്ചകോടികൾക്ക് ശേഷം അടുത്ത റഷ്യ ആഫ്രിക്ക പങ്കാളിത്ത ഫോറം സമ്മേളനം 2025 അവസാനത്തോടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നിൽ വെച്ച് നടക്കുമെന്നും പുടിൻ പ്രഖ്യാപിച്ചിരുന്നു. പ്രിട്ടോറിയയിലെ ഈ സമ്മേളനം റഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പുതിയ സഹകരണ മേഖലകളിൽ കണ്ടെത്താനും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരുപക്ഷവും എത്തിയത്. ചർച്ചകളുടെ കണ്ടെത്തലുകളും ശുപാർശകളും 2026ൽ നടക്കാനിരിക്കുന്ന മൂന്നാമത് റഷ്യ ആഫ്രിക്ക ഉച്ചകോടിയുടെ ഒരുക്കങ്ങൾക്ക് സഹായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡവുമായുള്ള റഷ്യയുടെ ബന്ധം ചരിത്രപരമായും തന്ത്രപരമായും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ 1950കളിലും 60കളിലും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യ സമരങ്ങളെ ശക്തമായി പിന്തുണച്ചുകൊണ്ടാണ് റഷ്യ ഈ ബന്ധത്തിന് അടിത്തറ പാകുന്നത്. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ കൊളോണിയൽ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പോരാട്ടങ്ങളിൽ സോവിയറ്റ് യൂണിയൻ സാമ്പത്തികവും സൈനികവുമായ സഹായം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്കോള, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലൊക്കെ തന്നെ. ഈ ചരിത്രപരമായ പിന്തുണ ഇന്നും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ റഷ്യയോടുള്ള ഒരു നല്ല മനോഭാവം നിലനിർത്താൻ അവരെ സഹായിച്ചിട്ടുണ്ട്.
1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ റഷ്യയുടെ സ്വാധീനം താൽക്കാലികമായി കുറഞ്ഞുവെങ്കിലും വ്ളാഡിമിർ പുടിന്റെ ഭരണത്തിന് കീഴിൽ 2014 മുതൽ റഷ്യ ആഫ്രിക്കയുമായുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. 2019 ആദ്യ റഷ്യ ആഫ്രിക്ക ഉച്ചകോടി ഈ പുതിയ തുടക്കത്തിന്റെ പ്രതീകമായിരുന്നു. റഷ്യയുടെ ആഫ്രിക്കൻ നയം പ്രധാനമായും സൈനിക, സാമ്പത്തിക, നയതന്ത്ര തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. സഹേൽ മേഖലയിലെ മാലി, ബുർക്കിന ഫാസോ, നൈജർ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ പാശ്ചാത്യ ശക്തികളായ ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും സ്വാധീനം കുറയുന്നതിനനുസരിച്ച് റഷ്യ തന്ത്രപരമായി ഇടപെട്ടു. വാഗ്നർ ഗ്രൂപ്പ് എന്ന റഷ്യൻ സ്വകാര്യ സൈനിക കമ്പനിയും പിന്നീട് ആഫ്രിക്ക കോർപ്സും ഈ രാഷ്ട്രങ്ങളിൽ സുരക്ഷാ സേവനങ്ങൾ നൽകി. സർക്കാരുകളെ പിന്തുണയ്ക്കുകയായിരുന്നു ഇതിലൂടെ അവർ ലക്ഷ്യമിട്ടത്. വിമത ഗ്രൂപ്പുകൾക്കെതിരെ പോരാടാനും മറന്നില്ല. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ വാഗ്നർ ഗ്രൂപ്പിന്റെ പിന്തുണ പ്രസിഡന്റ് ഫോസ്റ്റിൻ ആർക്കേഞ്ച് ഡുവാദേരയുടെ ഭരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. വിമതർക്കെതിരെ ഈ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു അവർ ഭരണം നടത്തിയത്. ഈ ഇടപെടലുകൾക്ക് റഷ്യയ്ക്ക് ഖനന അവകാശങ്ങൾ, പ്രത്യേകിച്ച് സ്വർണം, വജ്രം, യുറേനിയം തുടങ്ങിയ വിഭവങ്ങളിലേക്ക് പ്രവേശനം നേടാൻ സഹായിച്ചു എന്നതാണ് റഷ്യ ഈ മേഖലയിൽ കണ്ട നേട്ടം. റഷ്യയുടെ ആഫ്രിക്കയിലെ തന്ത്രം പാശ്ചാത്യ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ആധിപത്യത്തിനെതിരായ ഒരു പ്രതികരണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഉക്രൈനിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങൾക്കിടയിൽ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുടെ പിന്തുണ നേടുക എന്നത് റഷ്യയുടെ നയതന്ത്ര ലക്ഷ്യമായിട്ട് മാറി. 2022 UN വോട്ടെടുപ്പിൽ 17 ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ റഷ്യക്കെതിരായ പ്രമേയത്തെ എതിർക്കുകയോ വിട്ടുനിൽക്കുകയോ ചെയ്തത് ഇതിന്റെ സൂചനയാണ്. റഷ്യ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ ആകർഷിക്കുന്നത് ജനാധിപത്യമോ മനുഷ്യാവകാശമോ പോലുള്ള വിഷയങ്ങളിൽ ഇടപെടാതെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സ്വയം ഭരണം ഉറപ്പാക്കിക്കൊണ്ടാണ്. ഇത് ഫ്രാൻസിന്റെ സൈനിക ഇടപെടലുകളോടുള്ള ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുടെ അതൃപ്തിയെ മുതലെടുക്കാൻ റഷ്യയെ സഹായിച്ചിട്ടുമുണ്ട്. റഷ്യയുടെ വിവരണങ്ങൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ പാശ്ചാത്യ വിരുദ്ധ മനോഭാവം വളർത്തുന്നതിന് ഉപകരിക്കുന്നതാണ്. ആഫ്രിക്കൻ ഇനിഷ്യേറ്റീവ് പോലുള്ള മാധ്യമ സംരംഭങ്ങളിലൂടെ റഷ്യ പാശ്ചാത്യ രാജ്യങ്ങളെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇത് ആഫ്രിക്കൻ ജനതയിൽ റഷ്യയോടുള്ള അനുഭാവം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. എന്നാൽ റഷ്യയുടെ സാമ്പത്തിക ഇടപെടലുകൾ ചൈനയോ യൂറോപ്യൻ യൂണിയനോ പോലുള്ള മറ്റ് ശക്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തുലോം പരിമിതമാണ്. 2023 ആഫ്രിക്കയുമായുള്ള റഷ്യയുടെ വ്യാപാരം $17.7 ബില്യൺ ആയിരുന്നു. ഇത് ചൈനയുടെ $254 ബില്യൺ യൂറോപ്യൻ യൂണിയന്റെ $295 ബില്യൺ താരതമ്യേന വളരെ കുറവാണ്. എന്നിരുന്നാലും ആയുധ വ്യാപാരവും സുരക്ഷാ സേവനങ്ങളും റഷ്യയുടെ പ്രധാന ആകർഷണം തന്നെയാണ്. ദക്ഷിണാഫ്രിക്കയുമായുള്ള റഷ്യയുടെ ബന്ധം ബ്രിക്സ് സഖ്യത്തിന്റെ ഭാഗമായിട്ടും നമ്മൾ ഒന്നാണ്. സോവിയറ്റ് യൂണിയൻ ദക്ഷിണാഫ്രിക്കയിലെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ, അതായത് ANCയെ അപ്പാർത്തൈഡിനെതിരായ പോരാട്ടത്തിൽ പിന്തുണച്ചിരുന്നു. ഇത് ഇന്നും ഈ ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകം തന്നെയാണ്. 2010 ദക്ഷിണാഫ്രിക്ക ബ്രിക്സിൽ അംഗമാകുന്നത് റഷ്യയുടെ പൂർണ്ണ പിന്തുണയോടെ കൂടിയാണ്. എന്നാൽ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ നിഷ്പക്ഷ നിലപാട് റഷ്യയെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമമായിട്ടാണ് കാണപ്പെടുന്നത്. റഷ്യയുടെ ആഫ്രിക്കൻ നയം തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്ക് പുറമെ ഒരു ബഹുമുഖ ലോകക്രമം പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ്. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുടെ വോട്ടിംഗ് ശക്തി UNൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത് റഷ്യയ്ക്ക് നയതന്ത്രപരമായ ഒരു അവസരമാണ് തുറക്കുന്നത്. എന്നാൽ വാഗ്നർ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അഴിമതി എന്നിവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ റഷ്യയുടെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ റഷ്യയുമായുള്ള ബന്ധം തുടരുമ്പോൾ ചൈന, യൂറോപ്പ്, അമേരിക്ക എന്നിവരുമായുള്ള ബന്ധങ്ങളും നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ആഗോള ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ ആഫ്രിക്കയുടെ തന്ത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. റഷ്യ ആഫ്രിക്ക ബന്ധം അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിന് വെല്ലുവിളിയാകുന്നു എന്നത് ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ആഫ്രിക്കയിലെ അസ്ഥിരമായ രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് സഹേൽ മേഖലയിലെ മാലി, ബുർക്കിന ഫാസോ, നൈജർ എന്നിവിടങ്ങളിൽ റഷ്യയുടെ സൈനിക നയതന്ത്ര ഇടപെടലുകൾ അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും സ്വാധീനം കുറയ്ക്കുന്നുണ്ട്. വാഗ്നർ ഗ്രൂപ്പിന്റെയും ആഫ്രിക്കൻ കോർപ്സിന്റെയും സുരക്ഷാ സേവനങ്ങൾ, ആയുധ വ്യാപാരം, വിഭവ ഖനന കരാറുകൾ എന്നിവ വഴി റഷ്യ ഈ രാഷ്ട്രങ്ങളിൽ അടിത്തറ ശക്തമാക്കുന്നു. ഇത് അമേരിക്കയുടെ നൈജറിലെ ഡ്രോൺ താവളം പോലുള്ള തന്ത്രപരമായ സൈനിക കേന്ദ്രങ്ങൾ നഷ്ടപ്പെടുത്തി. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലമാക്കുന്നതിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചത്. റഷ്യയുടെ പ്രചാരണങ്ങൾ ആഫ്രിക്കയിൽ പാശ്ചാത്യ വിരുദ്ധ മനോഭാവം വളർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് UN വോട്ടെടുപ്പിൽ 17 ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ റഷ്യ എതിർക്കാതിരിക്കുന്നതിൽ പ്രതിഫലിച്ച കാര്യവുമാണ്. റഷ്യയുടെ കുറഞ്ഞ ചെലവിലുള്ള ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാത്ത സമീപനം ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഇത് അമേരിക്കയുടെ ജനാധിപത്യ കേന്ദ്രീകൃത നയങ്ങളെ വെല്ലുവിളിക്കുന്നത് തന്നെയാണ്. കൊബാൾട്ട്, ലിഥിയം പോലുള്ള ധാതുക്കൾക്കായുള്ള മത്സരത്തിൽ അമേരിക്ക പിന്നോട്ട് പോകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇത് സാമ്പത്തിക സുരക്ഷാ താൽപ്പര്യങ്ങളെ, അതായത് അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷ
രാജ്യസുരക്ഷാ താൽപ്പര്യങ്ങളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. റഷ്യ ആഫ്രിക്കൻ ബന്ധം അമേരിക്കയെ ആഗോള മത്സരത്തിൽ പിന്തള്ളി ആഫ്രിക്കയിലെ തന്ത്രപരമായ പങ്കാളിത്തം പുനർവിചിന്തനം ചെയ്യാൻ നിർബന്ധിക്കുന്ന ഘടകം തന്നെയാണ്. എന്തായാലും ആഫ്രിക്കയുമായിട്ടുള്ള റഷ്യയുടെ കൂട്ടുകെട്ട് വീണ്ടും സോവിയറ്റ് യൂണിയന്റെ ഉദയമാണോ എന്ന ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വേണ്ടി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.